നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് കെ സുധാകരൻ്റെ വല്ലാത്തൊരു കഥയാണ്. കണ്ണൂരിലെ കൊലപാതക പാർട്ടി എന്ന് പേരുദോഷമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുമായി നേരിട്ട് കൊമ്പ് കോർത്ത കെ സുധാകരൻ 6 തവണയാണ് CPM കെ സുധാകരനെ വധിക്കാൻ ശ്രമിച്ചത്. ഓരോ തവണയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. CPM ഗുണ്ടകൾ വാഴുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിൽ എന്നും തലയെടുപ്പോടെ കെ സുധാകരൻ നിന്നു. ഓരോ വധശ്രമങ്ങളിലും താൻ തലതാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് കെ സുധാകരൻ പിന്നീട് തുറന്നു പറഞ്ഞു. 6 വധശ്രമങ്ങൾ, എന്നാൽ ഒരൊറ്റ കേസിൽ പോലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല. തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയവർ ഇന്ന് പാർട്ടിയിലും സർക്കാരിലുമൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്ന് കെ സുധാകരൻ പറഞ്ഞു. പയ്യന്നൂർ, താഴെ ചൊവ്വ, മേലെ ചൊവ്വ, മട്ടന്നൂർ, പേരാവൂർ, കൂത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചാണ് കെ സുധാകരനെ വധിക്കാൻ CPM ശ്രമിച്ചത്. നിരവധി വധശ്രമങ്ങൾ താൻ അറിയാതെ പോയിട്ടുണ്ട് എന്ന് സുധാകരൻ ഒരിക്കൽ പറഞ്ഞു. പോയ വഴിയെ തിരിച്ചു വരാതിരുന്നും കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും കാർ മാറിക്കയറിയുമൊക്കെയാണ് പലപ്പോഴും തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്. 1992 DCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് വധശ്രമ പരമ്പരകൾ നടന്നത്. സഹപ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടൽ, CPMലെ ചിലരുടെ രഹസ്യ സഹായം, ഒറ്റുകാർ അവരുടെ പാളയത്തിലുള്ളതുകൊണ്ട് പലപ്പോഴും തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പ്രശാന്ത് ബാബു എന്ന വ്യക്തി കണ്ണൂരിൽ നിന്ന് CPMൻ്റെ ഉരുക്കുകോട്ടയായ കൂത്തുപറമ്പിൽ ഒരു വീട് വാങ്ങി. അവിടേക്ക് താമസം മാറ്റിയപ്പോൾ ഗൃഹപ്രവേശനത്തിന് കെ സുധാകരനെ അദ്ദേഹം നിർബന്ധപൂർവ്വം വിളിച്ചു. പോകാനിറങ്ങിയപ്പോൾ ഒരു CPMകാരൻ കെ സുധാകരൻ്റെ PA വിളിച്ച് കെ സുധാകരനോട് ആ വീട് പാലുകാച്ചലിന് പോകരുതെന്ന് പറഞ്ഞു. തുടർന്ന് നിജസ്ഥിതി അറിയാൻ ഒരു പാർട്ടി പ്രവർത്തകനെ കെ സുധാകരൻ അയച്ചു. അയാൾ സൈക്കിളിൽ പോയി നോക്കിയപ്പോൾ വഴിമധ്യേ ഒരു ക്വാറിയിൽ ഒരു പറ്റം CPMകാർ ആയുധങ്ങളുമായി നിൽക്കുന്നു. PA തൊട്ടടുത്തുള്ള വീട്ടിൽ കയറി കെ സുധാകരൻ ഇക്കാര്യം ഫോണിൽ അറിയിച്ചു. അന്ന് പോകാതിരുന്നത് തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇടവരുത്തിയെന്ന് സുധാകരൻ പറയുന്നു. മരണത്തെ പലപ്പോഴും മുഖാമുഖം കണ്ട കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പറന്നിറങ്ങിയത് ഉറച്ച മനസ്സോടെ, ഹൃദയവായ്പോടെ. കണ്ണൂരിനെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് കെ സുധാകരൻ ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ കോൺഗ്രസ് വിറങ്ങലിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ നെഞ്ചുയർത്തി കെ സുധാകരൻ പറഞ്ഞു, ഇക്കുറി താൻ കണ്ണൂരിൽ മത്സരിക്കും. ഈ മത്സരത്തിനുള്ള തീരുമാനം കെ സുധാകരൻ കൈക്കൊണ്ടതിന് പിന്നിൽ ഉറച്ച വാശി. വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലെത്തി CPMൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി തനിക്ക് വെല്ലുവിളിക്കണം. പ്രായാധിക്യം, ഓർമ്മക്കുറവ് എന്നൊക്കെ സ്വന്തം പാർട്ടിക്കാർ തന്നെ പരിഹസിക്കുമ്പോഴും കെ സുധാകരൻ്റെ നിശ്ചയദാർഢ്യത്തിന് ഇളക്കമില്ല. ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് പതറുന്നു. ഡൽഹിയിൽ KC വേണുഗോപാലിൻ്റെ കുതന്ത്രങ്ങളാണ് കെ സുധാകരനെ മത്സരത്തിൽ നിന്ന് തെറിപ്പിച്ചത്. MPമാർ തൽക്കാലം മത്സരിക്കേണ്ടതില്ല എന്ന് KC വേണുഗോപാൽ ശഠിച്ചു. KCക്കപ്പുറം രാഹുലിന് തീരുമാനങ്ങളില്ല. പലപ്പോഴും രാഹുലിൻ്റേതായി കേരളത്തിൽ തിട്ടൂരമായി ഇറങ്ങുന്നത് KCയുടെ ഉത്തരവുകൾ തന്നെ. കണ്ണൂർ തൻ്റെ ഹൃദയ രക്തമാണെന്നും കണ്ണൂരിലെ കോൺഗ്രസ് എന്നും തൻ്റെ മേൽവിലാസമാണെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ. സുധാകരൻ്റെ കുറിപ്പ് കോൺഗ്രസ് വൃത്തങ്ങളെ അമ്പരപ്പിച്ചു. ആലപ്പുഴയിൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് പോലെ ആവില്ല കെ സുധാകരൻ കോൺഗ്രസിൽ നിന്നിറങ്ങിയാൽ. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞത് ഇന്ന് രാവിലെ. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി താൻ നടത്തിയ ഏറ്റുമുട്ടലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുമൊക്കെ സുധാകരൻ ഫേസ്ബുക്കിൽ ഓർമ്മപ്പെടുത്തി. ഇവയൊക്കെ മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അണികൾ കണ്ണൂരിൽ ആർത്തു വിളിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ദില്ലിയിലെത്തിയ കെ സുധാകരൻ കടുത്ത അതൃപ്തിയിലാണ് പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയത്. പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സുധാകരൻ കണ്ണൂരിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ ആ മനസ്സിൽ ഒന്നു കുറിച്ചിരുന്നു, സ്വതന്ത്രനായെങ്കിൽ സ്വതന്ത്രനായി കണ്ണൂരിൽ താൻ മത്സരിച്ചിരിക്കും. 2 ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ 110% കണ്ണൂരിൽ താൻ സ്ഥാനാർത്ഥിയാകും എന്ന് കെ സുധാകരൻ പറഞ്ഞത് വെറുതെയല്ല. അതാണ് സുധാകരൻ എന്ന ഉരുക്കു മനുഷ്യൻ്റെ കരുത്ത്. കെ സുധാകരന് പ്രതിഷേധമൊന്നുമില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു. സുധാകരനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ദില്ലിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിൽ എല്ലാ നേതാക്കളെയും അമ്പരപ്പിച്ചുകൊണ്ട് സുധാകരൻ കട്ടയ്ക്ക് ചില തീരുമാനങ്ങളെടുത്തു.
രാഹുൽ ഗാന്ധി സുധാകരനെ ആദ്യം അനുനയത്തിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് ചില ഭീഷണി പ്രയോഗങ്ങൾ. എന്നാൽ അതിലൊന്നും സുധാകരൻ വഴങ്ങില്ല. അതാണ് സുധാകരൻ്റെ നട്ടെല്ലിൻ്റെ കരുത്ത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തോട് ഇടഞ്ഞ് കെ സുധാകരൻ കണ്ണൂരിലേക്ക് തിരിച്ചതിന് തൊട്ടുപിന്നാലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന അനുയായികളെയാണ് പിന്നീട് കേരളം കണ്ടത്. സുധാകര പക്ഷത്തുള്ള അനുയായികളോട് വീട്ടിലേക്ക് എത്താൻ ആഹ്വാനം ചെയ്തതും അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുയായികൾ. പാർട്ടി പ്രവർത്തകർ പിന്നീട് കൂട്ടത്തോടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകി. ദില്ലിയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സുധാകരൻ MP സ്ഥാനം ഒഴിഞ്ഞ് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. ഒരാൾക്ക് അനുമതി നൽകിയാൽ 5 MP-മാർ നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹം പാർത്തു നിൽക്കുന്നു എന്ന് ഹൈക്കമാൻഡ് പലവട്ടം സുധാകരനെ ഓർമ്മപ്പെടുത്തി. എന്നാൽ മറ്റ് MP-മാരുമായി തന്നെ താരതമ്യം ചെയ്യരുത്. KPCC അധ്യക്ഷ പദവി സണ്ണി ജോസഫിനായി ഒഴിഞ്ഞുകൊടുക്കുമ്പോൾ അന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ താൻ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു. അടുത്ത നിയമസഭയിൽ മത്സരിക്കുമെന്ന്. ആ വ്യവസ്ഥ രാഹുൽ ഗാന്ധി അംഗീകരിച്ചതാണ് എന്ന് സുധാകരൻ പറയുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്. പാർട്ടി തീരുമാനത്തിന് വഴങ്ങാത്ത സുധാകരൻ്റെ മുന്നിൽ ആകെ അതൃപ്തിയിലാണ് നേതൃത്വം. അസമിലെയും കേരളത്തിലെയും സാഹചര്യം താരതമ്യം ചെയ്തുകൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ കട്ടയ്ക്ക് നിൽക്കുന്നത്. ഗൗരവ് ഗൊഗോയ് MP-ക്ക് നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേരത്തെ ഹൈക്കമാൻഡ് അനുമതി നൽകിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുധാകരൻ തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. കെ സുധാകരനെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഇതിനിടെ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. കെ സുധാകരൻ കണ്ണൂരിൻ്റെ ഹൃദയ രക്തം തന്നെയെന്നാണ് മാർട്ടിൻ ജോർജിൻ്റെ പ്രതികരണം. ഫേസ്ബുക്കിലെ വൈകാരിക കുറിപ്പ് കോൺഗ്രസിൽ തീ പടർത്തി. കെ സുധാകരൻ അനുകൂല വികാരം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും കണ്ടു. തലസ്ഥാനത്തടക്കം സുധാകരന് അനുകൂലമായ പ്രതിഷേധ മാർച്ചുകൾ വരെ നടക്കും എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞു. കൈവിട്ടാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഹൈക്കമാൻഡ് അടിയന്തരമായി സുധാകരനോട് ദില്ലിയിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. മറുവശത്ത് MP കുപ്പായം അഴിച്ചുവെച്ച് കേരളത്തിൽ മുഖ്യമന്ത്രി പദം മോഹിച്ചു നിൽക്കുകയാണ് അടൂർ പ്രകാശിനെ പോലെയുള്ള MP-മാർ. എന്നാൽ അടൂർ പ്രകാശ് എന്തിനാണ് ഇപ്പോൾ നിയമസഭയിൽ മത്സരിക്കുന്നത് എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം നേതാക്കൾ ചോദിക്കുന്നു. മന്ത്രിയാകാനുള്ള ആർത്തി അഥവാ ഈഴവ ലെവലിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു കട്ടിപിടി. KC വേണുഗോപാൽ ഏത് തന്ത്രവും ഉപയോഗിച്ച് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇപ്പോഴും പയറ്റുന്നു. മറുവശത്ത് കെ സുധാകരനും അടൂർ പ്രകാശുമൊക്കെ കട്ടക്കിറങ്ങിയാൽ KCക്ക് സാഹചര്യം മോശമാകും. കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ നിലനിൽക്കവേ നേതാക്കളുടെ ആർത്തി പാർട്ടിയെ അടപടലം പൂട്ടിക്കുമെന്ന് വ്യക്തം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയും മന്ത്രി കസേരയ്ക്ക് വേണ്ടിയും ഇവർ കാട്ടുന്ന കടുപിടി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ നിരാശരാക്കി. സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായില്ല എങ്കിൽ തങ്ങൾ വോട്ട് ചെയ്യില്ല എന്നാണ് സുധാകര അനുകൂലികൾ പറയുന്നത്. കണ്ണൂരിലെ സുധാകര തരംഗം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പടരുന്നു. MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഇളവുണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. സുധാകര അണികൾ രംഗത്തിറങ്ങിയതോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരുങ്ങലിലായത്. പ്രശ്നപരിഹാരത്തിന് രാഹുൽ ഗാന്ധി നേരിട്ടിടപെടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇതിൻ്റെ അനുനയ നീക്കത്തിൻ്റെ ഭാഗമാണ് സുധാകരനെ തിടുക്കത്തിൽ ഡൽഹിയിലേക്ക് തിരികെ വിളിപ്പിച്ചത്. സുധാകരൻ ഏത് പാതാളത്തിൽ പോകാൻ പറഞ്ഞാലും തങ്ങൾ തയ്യാറാണ് എന്ന് കോൺഗ്രസിലെ ചില പ്രവർത്തകർ പറയുന്നു. കണ്ണൂരിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കെ സുധാകരന് പിന്നിൽ അരയും തലയും മുറുക്കി നിൽക്കുന്നു. പാർട്ടി ഭേദമില്ലാതെ സുധാകരന് പിന്നിൽ സാധാരണക്കാരുടെ വലിയ വൃന്ദമുണ്ട്. സുധാകരൻ എന്ത് തീരുമാനമെടുത്താലും അദ്ദേഹത്തിനൊപ്പമെന്നാണ് കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ നിലപാട്. ഡൽഹിയിൽ നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പല മുതിർന്ന നേതാക്കളും അസംതൃപ്തരാണ്. വയോവൃദ്ധരായ പലർക്കും ഈ ലിസ്റ്റിൽ ഇടം വേണം. KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദം മോഹിക്കുന്നു. മറുവശത്ത് KC എത്തിയാൽ തങ്ങൾ മത്സരിക്കില്ല എന്ന കടുത്ത നിലപാടിൽ VD സതീശൻ. കടുത്ത പരീക്ഷണങ്ങളും വധശ്രമങ്ങളും അതിജീവിച്ചു വന്ന നേതാവാണ് കെ സുധാകരൻ. നിരവധി വധശ്രമങ്ങളാണ് മുമ്പ് CPM-ന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് നേർക്കുണ്ടായത്. ഒരിക്കൽ പേരാവൂർ വെള്ളാർ പള്ളിക്കടുത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ അംബാസഡർ കാറിന് നേരെ CPM ബോംബെറിഞ്ഞു. കാറിന് പിന്നിലെ ഗ്ലാസ് തകർത്ത് ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്തുണ്ടായിരുന്ന സൂട്ട് കേസ് അദ്ദേഹത്തിന് രക്ഷകനായി. കാർ തകർന്നു പോവുകയും കൂടെയുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. താഴെ ചൊവ്വയിൽ വെച്ച് കാറിലുണ്ടായിരുന്ന മൂത്ത സഹോദരനെ ആളുമാറി CPM ഗുണ്ടകൾ ഒരിക്കൽ ബോംബെറിഞ്ഞു.
താനുമായി സാമ്യമുള്ള പട്ടാളക്കാരനായ ജ്യേഷ്ഠ സഹോദരൻ അവധിക്ക് വന്നപ്പോൾ വീട്ടിലെ കുരുമുളക് മടക്കിയും മറ്റും വിൽക്കാൻ തൻ്റെ കാറിൽ പോവുകയായിരുന്നുവെന്നാണ് സുധാകരൻ പിന്നീട് പറഞ്ഞത്. CPM സംഘം ഡ്രൈവറുടെ കൈവെട്ടിയതിന് ശേഷം കാറിന് നേർക്ക് ബോംബെറിഞ്ഞു. തല കുത്തിമറിഞ്ഞ കാറിൻ്റെ ചില്ല് പൊട്ടിച്ച് ജ്യേഷ്ഠൻ ബോംബെറിഞ്ഞതിനെ തുടർന്നുണ്ടായ പുകപടലങ്ങളിലൂടെ ഇഴഞ്ഞ് രക്ഷപ്പെട്ടുവെന്നാണ് അന്ന് കെ സുധാകരൻ പറഞ്ഞത്. CPMകാർ രക്തസാക്ഷിയായി കൊണ്ടാടുന്ന നാൽപ്പാടി വാസുവിൻ്റെ മരണം തനിക്കെതിരെ നടന്ന ബോംബ് ആക്രമണത്തെ തുടർന്നാണ് എന്നൊരിക്കൽ കെ സുധാകരൻ പറഞ്ഞിരുന്നു. കണ്ണൂരിലെ അക്രമ പരമ്പരകൾക്കെതിരെ താൻ സമാധാന സന്ദേശയാത്ര നടത്തിയപ്പോൾ മട്ടന്നൂർ അയല്ലൂരിൽ വെച്ച് കല്ലേറുണ്ടായി. താൻ സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ചില്ല് അടിച്ച് തകർത്ത് തന്നെ കൊല്ലുമെന്നുറപ്പായപ്പോഴാണ് അക്രമാസക്തരായ CPM സംഘത്തിന് നേരെ ഗൺമാൻ വെടിവെച്ചത് എന്ന് സുധാകരൻ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാൽപ്പാടി വാസു അന്ന് DYFI പ്രവർത്തകനൊന്നുമല്ല. ചായ കുടിക്കാൻ പീടികയിലെത്തിയ വാസു ബഹളം കേട്ടൊരു മരത്തിൻ്റെ ഇലകൾ മറഞ്ഞു നിന്നപ്പോഴാണ് നാൽപ്പാടി വാസുവിന് വെടിയേറ്റത്. CPM ആക്രമണത്തിൽ പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ പയ്യന്നൂർ ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോഴാണ് ഒരിക്കൽ കെ സുധാകരന് നേരെ മറ്റൊരാക്രമണമുണ്ടായത്. അന്ന് ഗൺമാൻ ആകാശത്തേക്ക് വെടിവെച്ചതുകൊണ്ട് കെ സുധാകരൻ രക്ഷപ്പെട്ടു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്ന് പോലീസ് സംരക്ഷണമുണ്ടായിരുന്ന MLA താൻ മാത്രമായിരുന്നുവെന്ന് സുധാകരൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. DCC ഓഫീസിൽ നിന്ന് രാത്രി വൈകി ഇറങ്ങുന്ന സുധാകരൻ ഒരു ദിവസം രാത്രി 10:30 ഇറങ്ങുമ്പോഴാണ് താഴെ ചൊവ്വയിൽ CPM കൊലയാളികൾ കാത്തിരിക്കുന്ന വിവരം ഒരാൾ വിളിച്ചറിയിച്ചത്. കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ആ പ്രദേശത്തു കൂടി കടന്നുപോയപ്പോൾ ബോംബുമായി കാത്തിരിക്കുന്ന കൊലയാളി സംഘത്തെ താൻ കണ്ടു എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. CPM തയ്യാറാക്കിയ നിരവധി വധശ്രമങ്ങൾ പലവിധ കാരണങ്ങളാൽ നടക്കാതെ പോയതിനെക്കുറിച്ചും തനിക്ക് വ്യക്തമായ വിവരങ്ങളുണ്ട് എന്നൊരിക്കൽ കെ സുധാകരൻ പറഞ്ഞിരുന്നു. കണ്ണൂർ രാഷ്ട്രീയത്തിൽ എന്നും താൻ നോട്ടപ്പുള്ളിയായിരുന്നു. CPM എത്ര ശ്രമിച്ചാലും തന്നെ കൊല്ലാനാകില്ല എന്നൊരിക്കൽ കെ സുധാകരൻ അവരെ വെല്ലുവിളിച്ചു. ദൈവം വിചാരിച്ചാലേ അത് നടക്കൂ. സുധാകരൻ പലപ്പോഴും ദൈവത്തെ വിളിക്കാറുണ്ട്. ഒരിക്കൽ പിണറായി വിജയന് നേർക്ക് പരിഹാസമുയർത്തിക്കൊണ്ട് കെ സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ നേർക്കുനേർ വെല്ലുവിളിച്ചിരുന്നു. അന്ന് പിണറായി പ്രതികരിച്ചത് വാളുകൾക്കിടയിലൂടെ കടന്നു വന്ന നേതാവാണ് താൻ എന്ന് തിരികെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിനെ പരിഹസിച്ച സുധാകരൻ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. രാഷ്ട്രീയ സംഘടനാ നേതൃതലത്തിൽ സുധാകരന് ചില വീഴ്ചകളുണ്ടായിരിക്കാം. എങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം ഉണർത്തുന്നതിൽ സുധാകരൻ്റെ നേതൃശൈലി അത് അളക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സുധാകരന് വേണ്ടി ജയ് വിളിക്കുന്നതും. ഹൃദയം തൊട്ടുള്ള സുധാകരൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ: കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവും. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്ന ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങൾ. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖം. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസ്സുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിനു വേണ്ടി കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്ക് പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തല ഉയർത്തി നിൽക്കും. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കാം. പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ആ CPMൻ്റെ നെഞ്ചിൻ കൂടിന് മുകളിൽ വിജയിച്ച് കയറണമെന്ന് സുധാകരൻ ആഗ്രഹിച്ചാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.